വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂൺ 8 മുതൽ ജൂലൈ 4 വരെ നടക്കും. കഴിഞ്ഞ വർഷം 30 ലക്ഷത്തോളം പേരാണ് ഉത്സവത്തിനെത്തിയത്. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊട്ടിയൂർ ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2000 വാഹനങ്ങൾക്ക് ഒരു ദിവസം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 67 സെന്റ് സ്ഥലം പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ട്. ഉത്സവ നഗരിയിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുമായി 12 കോടി രൂപയുടെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത് പറഞ്ഞു. ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. അതിൽ ജൂൺ 10 മുതൽ ജൂലൈ 30 ഉച്ച ശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ മഹാക്ഷേത്രത്തിൽ പ്രവേശനം സാധ്യമാകുന്നത്. ശ്രീ തൃച്ചരമന്ന എന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ലോക പ്രസിദ്ധം തന്നെയാണ്. മെയ് 12-നായിരുന്നു പ്രക്കൂഴം. അതിൻ്റെ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജൂൺ 2 ഇടവം 19-നാണ് നീരെഴുന്നള്ളത്ത്. ജൂൺ 8-ാം തീയതി നെയ്യാട്ടം. ജൂൺ 9-ന് ഭണ്ണാരം എഴുന്നള്ളത്ത്. ജൂൺ 15-ന് തിരുവോണം ആരാധന. ജൂൺ 17-ന് ഇളനീർ വെപ്പ്. ജൂൺ 18-ന് ഇളനീരാട്ടം. അന്ന് തന്നെയാണ് അഷ്ടമി ആരാധനയും. ജൂൺ 20-ന് രേവതി ആരാധന. ജൂൺ 24 രോഹിണി ആരാധന. ജൂൺ 26 തിരുവാതിര ചതുശതം. ജൂൺ 27 പുണർദം ചതുശതം. ജൂൺ 28 ആയില്യം ചതുശതം. ജൂൺ 30 മകം കലംവരവ് കലശപൂജ. ജൂൺ 3 അത്തം ചതുശതം വാളാട്ടം കലശപൂജ. ജൂൺ 4 അതായത് ജൂലൈ 4 മിഥുനം 20-ാം തീയതി തൃക്കലശാട്ടം. മഹാ അഭിഷേകത്തോടുകൂടി വൈശാഖ മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ് ജൂലൈ 4-ാം തീയതി. വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, മാനേജർ കെ നാരായണൻ, ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുത്തു. AKG Memorial Cooperative Hospital, Kannur.